അപ്പോൾ മറയൂരിലേക്ക് പോകാം. അവിടെ ചന്ദന റിസർവിൽ ഒരു പുലിയെ കണ്ടു. റിസർവിലെ നാച്ചുവയൽ ഭാഗത്താണ് പുലിയെ കണ്ടത്. പുലി റിസർവിനുള്ളിൽ തുടരുന്നതായി വനം വകുപ്പ് പറഞ്ഞു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഏത് ഭാഗത്താണ് പുലിയെ കണ്ടതെന്ന് പറയുന്നു, എന്താണ് വിവരങ്ങൾ? ജിൽസി, നൗഫൽ, മറയൂർ ചന്ദന റിസർവിനുള്ളിലാണ്. വലിയ വിപുലമായ ഒരു ചന്ദന ശേഖരമാണ്. നിരന്തരം വനംവകുപ്പിന്റെ നിരീക്ഷണമുള്ള മേഖലയാണ്. ഇതിനുള്ളിലാണ് ഇപ്പോൾ ഒരു പുലിയെ കണ്ടെത്തിയിട്ടുള്ളത്. സാധാരണ റിസർവിനുള്ളിൽ ഈ നിലയിൽ പുലി ഉണ്ടാവാറില്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. റിസർവിനുള്ളിലെ നാച്ചുവയൽ ഉപ്പനോട ഭാഗത്താണ് ഇന്നലെ രാത്രിയായിട്ട് പുലിയെ കണ്ടത്. ഏതാണ്ട് വനംവകുപ്പ് വാച്ചർമാർ തന്നെയാണ് കണ്ടെത്തിയത്. പുലിയെ അപ്രതീക്ഷിതമായി കണ്ടതോടെ വനംവകുപ്പ് വാച്ചർമാർ ഭയന്നോടി എന്നാണ് പറയുന്നത്. ഇത് നിരന്തരം സുരക്ഷ ഉറപ്പാക്കേണ്ടതായതുകൊണ്ട് തന്നെ നിരന്തരം കാടിനുള്ളിലൂടെ സഞ്ചരിച്ചാണ് ഈ മറയൂർ റിസർവിനുള്ളിൽ ചന്ദന മരങ്ങൾ വനംവകുപ്പ് സംരക്ഷിച്ചു വരുന്നത്. അപ്രതീക്ഷിതമായി പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് വാച്ചർമാർക്ക് വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് ഈ പുലിയെ തുരത്തിയെങ്കിൽ മാത്രമേ കൃത്യമായി ചന്ദനമരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാകൂ എന്നാണ് വനംവകുപ്പ് വാച്ചർമാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുലിയെ അവിടുന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്രതീക്ഷിതമായി ഈ റിസർവിനുള്ളിൽ പുലി എത്തുന്ന ഒരു അപ്രതീക്ഷിത കാഴ്ചയായിരുന്നു വനംവകുപ്പ് വാച്ചർമാർക്ക്. ഏതായാലും അവരെ ഒരു ഭയപ്പാടില്ലെന്ന്. പക്ഷെ പുലിയെ ഉടനെ തന്നെ അവിടുന്ന് മാറ്റാൻ കഴിയുന്ന പ്രതീക്ഷ വനംവകുപ്പ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നു. ശരി ആഷിഖ്.